കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കണോ, സങ്കടപ്പെടണോ, ആശങ്കപ്പെടണോ എന്നൊന്നും ആർക്കും പ്രോപ്പറായിട്ട് അറിയത്തില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചർച്ചകൾ പിന്നെ ആരംഭിച്ചു. ഒരു സെറ്റ് ഓഫ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തു. അതിലൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷിക്കാം. പക്ഷേ ഇപ്പോൾ ഇൻവെസ്റ്റർ ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. ഒരുപക്ഷെ മാഗ്ന തന്നെ കണ്ടിന്യൂ ചെയ്യുമോ എന്നും അറിയത്തില്ല. ഏതായാലും കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ വളരെ വ്യാപകമായിട്ടുള്ള ബിസിനസ് നെറ്റ്വർക്കുകളുള്ള ലുലു ഗ്രൂപ്പ് ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യും എന്ന തരത്തിൽ വാർത്തകൾ അതിശക്തമായിട്ട് പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് ലുലു ഗ്രൂപ്പും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഇനിയൊരു പാർട്ണർഷിപ്പിനുള്ള സാധ്യതകൾ തൽക്കാലത്തേക്കെങ്കിലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിലെ ഉടമകളായിട്ടുള്ള മാഗ്നം കൺസോർഷ്യം മറ്റേതെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ബയറെ തന്നെയാണ് ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ലുലു ഗ്രൂപ്പ് പറയുന്ന പൈസയുമായിട്ട് ഇവർക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തിങ് ഈസ് ക്ലിയർ. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടേക്ക് ഓവർ ചെയ്യാൻ ലുലു ഗ്രൂപ്പിന് കഴിയില്ല. കുറച്ചുകൂടി ബഡ്ജറ്റും കപ്പാസിറ്റിയും കാലിബറുമുള്ള ഒരു പൊട്ടൻഷ്യൽ ബയറിനെ കണ്ടെത്താനാണ് ഇപ്പൊ മാഗ്നം ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിദേശത്തുള്ള കുറച്ച് ഗ്രൂപ്പുകളുമായിട്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സോ ലുലു ഇനി സീനിലില്ല. ഒന്നെങ്കിൽ മാഗ്നം അല്ലെങ്കിൽ പുതിയ മാനേജ്മെന്റ് ആയിരിക്കും കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ലുലു ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള സ്വപ്നം തൽക്കാലത്തേക്കെങ്കിലും മടക്കി പൂട്ടി പെട്ടിയിൽ വെക്കേണ്ട സമയമായി.